2026 സ്കൂളിൽ നിന്ന് നിങ്ങൾ പാരന്റ്സിന് കോൾ വന്നിട്ടുണ്ടാവാം, നിങ്ങളുടെ കുട്ടി പാസ്സായില്ല, അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിന് കുട്ടിയെ ഇരുത്തണം എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ കോൾ വന്ന എത്ര പാരന്റ്സ് ഉണ്ട് കേരളത്തില്? സത്യസന്ധമായിട്ട് നിങ്ങൾ തുറന്നു പറ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമാനും ഏറ്റവും കഴിവുള്ളത് നിങ്ങളുടെ കുട്ടികളാണെന്നുള്ള നിങ്ങളുടെ പാരന്റ്സിന്റെ ആ ഒരു ഈഗോ ചിന്താഗതി ഉണ്ടല്ലോ, അത് ആദ്യം എടുത്തു മാറ്റുക. അത് നിങ്ങളുടെ കുട്ടിയുടെ ഫ്യൂച്ചറിനെ വളരെ നെഗറ്റിവിറ്റി ആയിട്ടാണ് ബാധിക്കുന്നത്. ചോറ് കഴിച്ചില്ലെങ്കിൽ മൊബൈൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ ചോറ് കഴിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പോലും നിങ്ങൾ മൊബൈൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തു പോകും. ഈ ഒരു കാര്യത്തിന് നമുക്ക് രക്ഷിതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് കുട്ടികൾ ഇപ്പൊ പുറത്തു പോയി വല്ല ആറ്റിലോ തോട്ടിലോ പോയി കളിക്കേണ്ടെന്ന് കരുതിയാണ് നിങ്ങൾ മൊബൈൽ അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ നിങ്ങൾ മൊബൈൽ കൊടുത്ത് പോകുന്ന സമയത്ത് ഒരുപാട് സമയം അവർ മൊബൈലിൽ സ്പെൻഡ് ചെയ്യും. അവർക്ക് വീട്ടിൽ കഴിക്കേണ്ട ഭക്ഷണമോ വെള്ളമോ പോലും വേണ്ട, പക്ഷെ മൊബൈൽ കിട്ടിയാൽ മതി അവർക്ക്. അപ്പൊ ഒരുപാട് തവണ അങ്ങനെ മൊബൈലിൽ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളുടെ കുട്ടിയുടെ ഈ ഒരു കണ്ണിന്റെ ഈ ഒരു സൈഡ് കറുപ്പ് കലയടിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അവര് ഉറക്കം പോലും കളഞ്ഞ് ഈ മൊബൈലിലാണ് അവരുടെ ജീവിതം ചെലവാക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, മൊബൈൽ കൊടുക്കണ്ട എന്ന് ആരും പറയുന്നില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കേരളത്തിലുള്ള 95% കുട്ടികളും മൊബൈൽ മാനിയ രോഗത്തിന് അഡിക്റ്റ് ആണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ രോഗികളാണെന്നുള്ള കാര്യം. നിങ്ങൾ ഇത്തരത്തിൽ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പൊ 1 1 2 കൂട്ടേണ്ട സംഭവം പോലും അവർ മൊബൈലിൽ ചെയ്യാൻ ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാല് അവരുടെ ബുദ്ധിശേഷിയും അതുപോലെ തന്നെ ചിന്താഗതിയും കംപ്ലീറ്റ്ലി മാറും. ഓർമ്മശക്തിയാണ് കുട്ടികൾക്ക് ഏറ്റവും മികച്ച കാര്യം. ഈ ഒരു ഓർമ്മശക്തി എന്ന് പറയുന്ന സംഭവം കൂടുതൽ ഇതുപോലെ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഉണ്ടാവില്ല. കണ്ണിന്റെ കാഴ്ച കുറയും, ബുദ്ധി നന്നായിട്ട് അവിടെ മന്ദം സംഭവിക്കും, അതുപോലെ തന്നെ ഓർമ്മശക്തി നല്ല രീതിക്ക് കുറയും. അപ്പൊ ഇത്തരത്തിലാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇനി തൊട്ടുള്ള അങ്ങോട്ട് 0 കൗണ്ട് ആയിരിക്കും ആ ഒരു സംഭവം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, അതായത് സ്കൂളിൽ നിന്ന് ഇപ്പൊ റിസൾട്ട് സംബന്ധമായിട്ട് ഒരുപാട് കുട്ടികളാണ് ഇത്തവണ വിളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കും കോൾ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ആ ഒരു മിസ്സിൽ നിന്നോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സാറിൽ നിന്നോ, നിങ്ങളുടെ കുട്ടി ഇങ്ങനെയാണ് ഒരു പ്രശ്നം. അപ്പൊ ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാല് ഭൂരിപക്ഷം രക്ഷിതാക്കൾക്കും വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾ അങ്ങനെ പാസ് ഔട്ട് ആയില്ല, അവിടെ നിന്ന് ഫെയിൽ ആവുക. സോ വീണ്ടും ഒരു ക്ലാസ്സിന് ഇരുത്തി ആ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിച്ച് ലാളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു പ്രൈവസി, ഇത് തന്നെയാണ് അവർ പല സ്ഥലത്തും മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവാം, കുറച്ചു കാലം മുമ്പോട്ടൊന്നും സാറുമാരെ തല്ലലോ അല്ലെങ്കിൽ മിസ്സുമാരെ തല്ലലോ ഉള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പൊ അടുത്ത് കോളേജിലോ സ്കൂളിലോ ഒക്കെ മിസ്സുമാരെയോ അല്ലെങ്കിൽ സാറുമാരെയൊക്കെ അങ്ങോട്ട് കയറി ക്രൂശിക്കുന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ മാഷുമാർ തല്ലിയിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാത്തതിനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കിയതിനോ മറ്റു കാരണങ്ങൾക്കൊക്കെ പല ആൾക്കാർക്കും കുട്ടികൾക്ക് മാഷുമാരുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളുന്നത് തന്നെയാണ്. അതൊരു സ്വാഭാവികമായ രീതിയാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അന്നത്തെ കാലത്ത് ആ തല്ല് കൊണ്ട് കഴിഞ്ഞാല് എന്താ സംഭവം? ആ ഒരു സമയം മാത്രം അവർക്ക് ആ ഒരു ദേഷ്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഏത് മാഷാണ് നമ്മളെ തല്ലിയത് അല്ലെങ്കിൽ ഏത് മിസ്സാണ് തല്ലിയത്, ആ മിസ്സിനോട് തീർച്ചയായിട്ടും ദേഷ്യം ഉണ്ടാവും. പക്ഷെ അത് ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാല് ആ ഒരു ടെൻഡൻസി അവിടുന്ന് പോയി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. അവരെന്താ ചെയ്യുന്നത്? ഈ മിസ്സുമാര് തല്ലിയത് കാര്യവും അല്ലെങ്കിൽ മാഷുമാർ തല്ലിയ കാര്യവും അവർ മനസ്സിലിട്ട് അങ്ങോട്ട് പകവെക്കുക ചെയ്യുന്നു. എന്നിട്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നു? ഒരു 1 2 വർഷം കഴിഞ്ഞ് അവർ ആ സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് മിസ്സുമാരോടും മാഷുമാരോടും പകരം വീട്ടുന്ന ഒരു സിറ്റുവേഷൻ പോലും ഇപ്പം വന്നു. അതായത് ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് വന്നു നമ്മുടെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ മൊത്തം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന് ഏറ്റവും പങ്കുവഹിക്കുന്നത് ഈ മൊബൈലിലെ ഗെയിമുകളാണ്. നിങ്ങൾ പലപ്പോഴും കണ്ട ഗെയിമുകൾ മൊത്തം കില്ലിംഗ് ഗെയിംസ് ആണ്. അതായത് ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത്? ഗെയിം കളിക്കുന്ന ഒരാൾ മറ്റൊരാളെ കൊല്ലുന്ന ഒരു സംഭവമാണ് പല ഗെയിമിലും ചിത്രീകരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഗെയിമുകൾ കുട്ടികളെ നല്ല രീതിക്ക് തന്നെ മോശമാക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അവരെ ലാളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാം, പക്ഷെ ഒരു നിശ്ചിത സമയം വെക്കുക, ഏതെങ്കിലും ഒരു സമയം. ആ സമയത്ത് മാത്രം നിങ്ങൾ ഈ ഒരു സംഭവം കൊടുക്കുക. അല്ലാതെ എല്ലാ സമയത്തും നിങ്ങൾ ഇത് കൊടുത്ത് നിങ്ങൾ അവരെ ഹൈടെക് ആകാനാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർ ഹൈടെക് ആകാൻ പോകുന്നില്ല. പകരം അവരുടെ ആ ഒരു മെന്റാലിറ്റി വളരെ ഡൗൺ ആയിട്ട് വരികയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ചുരുക്കത്തിൽ നമുക്കിപ്പം മനക്കണക്ക് കൂട്ടേണ്ട പല കാര്യങ്ങൾ പോലും അവർ മൊബൈൽ എടുത്ത് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താവും? പിന്നെ നിങ്ങളുടെ മെമ്മറി എന്തിനാ അവിടെ? നിങ്ങളുടെ മെമ്മറി എന്തിനാ? നമ്മളിപ്പോ നിങ്ങളുടെ കുട്ടികളെ പറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില രക്ഷിതാക്കളുടെ ആരുടെ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ഇവനാരാ ഇതൊക്കെ വിളിച്ചു പറയാൻ, നീ ആരാ നമ്മുടെ വേറെ കുട്ടികളെ നോക്കാൻ നമുക്കറിയാന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ഈ ഒരു ഈഗോ ചിന്താഗതി തന്നെയാണ് നിങ്ങളുടെ കുട്ടിയെ ഏറ്റവും മോശമാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഗെയിമുകൾ കണ്ട് അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൂട്ടം കൂടി വിദ്യാർത്ഥികൾ തമ്മിൽ അടിച്ച് ഒരു കുട്ടി മരിച്ചതായിട്ടുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പലതരത്തിലും തല്ലുകൾ കൂടുന്ന സംഭവം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് സ്കൂളിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ
ചില ഗെയിമുകളാണ് ഉത്തരവാദി. കാരണം അവരിപ്പോ മൊബൈലിൽ കാണുന്ന സംഭവങ്ങൾ എന്താണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പോ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുത്തിട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ചിന്താഗതിക്കുന്നു നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളൊരു നല്ലൊരു ചിന്താഗതിയാണ് നിങ്ങളുടെ മനസ്സിൽ. കാരണം പുറത്തെവിടെയും പോയി കളിച്ച് വല്ല റോഡിലോ അല്ലെങ്കിൽ തോടിലോ ആറ്റിലോ ചൂണ്ടയിടാനൊക്കെ പോയി ചിലപ്പോൾ വല്ല അപകടവും സംഭവിക്കേണ്ട എന്ന് കരുതിയാണ് നിങ്ങൾ മൊബൈൽ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അവിടെ പാരന്റൽ ജിമെയിലൊക്കെ ആക്കിയിട്ട് വേണം മൊബൈൽ കൊടുക്കാൻ. കാരണം അവർക്ക് ഏതെങ്കിലും സൈറ്റിലോട്ടൊന്നും പോകാൻ പറ്റരുത്. നിങ്ങൾ വിശ്വസിച്ച് വെച്ച പോലെയൊന്നും അല്ല നിങ്ങളുടെ കുട്ടികളുടെ ചിന്താഗതി ഉണ്ടാവുക. മൊബൈലാണ്. കാരണം അവർ ഏതെങ്കിലും സൈറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി പൂർണ്ണമായിട്ടും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെയാണ് കുട്ടികൾ എപ്പോഴും മുതലെടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ കുട്ടി വലിയ സംഭവമാണ് അല്ലെങ്കിൽ എന്റെ കുട്ടിയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്നുള്ള പാരന്റ്സിന്റെ ചിന്താഗതി മാറ്റണം എന്നുള്ള കാര്യം. കൃത്യമായിട്ട് നിങ്ങൾ മൊബൈൽ ചെക്ക് ചെയ്യണം എല്ലാ സമയത്തും. മൊബൈലിൽ അവർ എന്തൊക്കെ കാണുന്നു, ഏതൊക്കെ വെബ്സൈറ്റിൽ പോകുന്നു, ഏത് കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. മൊബൈൽ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവര് പഠന സംബന്ധമായിട്ടുള്ള ഒരു കാര്യം അവർ മൊബൈൽ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ പാരന്റ്സ് അത് മോട്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾ പറയണം, നിങ്ങൾ എന്തുകൊണ്ട് മൊബൈൽ കൊടുക്കുമ്പോൾ പാരന്റ്സ് അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ സയൻസ് പരമായിട്ടുള്ള ക്ലാസ് കണ്ടോളൂ, അല്ലെങ്കിൽ മോനെ നീ മാത്സ് പരമായിട്ടുള്ള ക്ലാസ് കണ്ടോളൂ, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടന്റെ ഇന്ന ക്ലാസ് കണ്ടോളൂ എന്നൊന്നും നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ മൊബൈൽ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോ കൂടുതൽ കുട്ടികളും ഇപ്പൊ മൊബൈലിന് അഡിക്റ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് വരുന്നത്, ഒരു പാഠക പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്ത് അവർക്ക് അതിനോട് താല്പര്യമില്ലാത്തത്. കാരണം മൊബൈലിൽ കണ്ട പല കളറുകളും മൊബൈൽ ഈ പാഠപുസ്തകത്തിൽ ഇല്ല. മൊബൈലിൽ ഫുൾ കളറാണ്. കാരണം എന്താണ് അടിച്ചത് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും യൂട്യൂബിലൊക്കെ. പക്ഷേ പാഠപുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അവർക്ക് ഇതിനോടുള്ള ഒരു മടുപ്പ് വരുന്നു. അതാണ് വിദ്യാഭ്യാസം സ്കിപ്പ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഈ ഗെയിമുകളിലൂടെ അവർ ചിന്തിക്കുന്നത് ഇനി നമുക്ക് സ്ട്രീമിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യാം. ഇത്തരത്തിലുള്ള പല ചിന്താഗതിയും ഇതുപോലുള്ള ഗെയിമുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ മിസ്സുമാരെയും മാഷുമാരെയും പോലും വെല്ലുവിളിക്കാനുള്ള ധൈര്യം വന്നത്. കാരണം ഒരു പക മനസ്സിൽ അവർ കൊണ്ടു നടക്കുന്ന ഒരു തരം ക്രിമിനൽ പശ്ചാത്തലമായി നിങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസ്ഥ. ഇതിനൊക്കെ വില്ലനായിട്ട് വരുന്നത് മൊബൈൽ തന്നെയാണ്. അത് തന്നെയാ പറയുന്നത്, ഒരു നിശ്ചിതമായ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ എനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സമയം വെച്ച് മാത്രം നിങ്ങൾ കൊടുക്കുക. അല്ലാതെ ഫുൾ ടൈം ഇന്റർനെറ്റോട് കൂടിയ മൊബൈൽസ് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാനേ പാടില്ല. ഇനിയിപ്പോ ഈ കാര്യം മാത്രമല്ല, കുട്ടികൾ ഗെയിം കളിച്ച് അച്ഛന്മാരുടെ ലക്ഷങ്ങൾ പോയ അവസ്ഥ വരെയുണ്ട്. അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസ വരെ ഓൺലൈൻ തട്ടിപ്പുകാർ കൊണ്ടുപോയ പല ചരിത്രങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ വീടെടുക്കാനോ ലോൺ അടക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വെച്ച പൈസയായിരിക്കും. അപ്പൊ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഇന്ന് കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നതിലൂടെ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾ രോഗിയാവുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിന്റെ കാഴ്ച താരതമ്യേന കുറയും, നല്ല രീതിക്ക് തന്നെ കുറയും, തലവേദന എടുക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കണ്ണിന്റെ അടിയിലൊക്കെ കറുപ്പ് കളർ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതിന് നിങ്ങൾക്ക് എവിടെയാ അതിന് സമയം? നിങ്ങൾ ഹൈടെക് അല്ലേ രക്ഷിതാക്കന്മാര്. കാരണം നിങ്ങൾ അയൽവാസിയോട് തല്ലുകൂടുന്നതും എന്റെ മകനെ പറ്റിയാണ്. നിങ്ങളുടെ മകനെ പറ്റി പൊക്കിയിട്ടാണ് നിങ്ങൾ തല്ലുകൂടുക. നിന്റെ മകൻ അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ എന്റെ മകൻ ഹൈടെക് ആണ്, എന്റെ മകന് കമ്പ്യൂട്ടറെ കുറിച്ച് എല്ലാം അറിയാം, എന്റെ മകന് മൊബൈലിനെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ നിങ്ങളുടെ മക്കള് മൊബൈലിൽ എന്ത് കാണുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് കാണുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ചുരുക്കം പറഞ്ഞാല് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തെ വളരെ ലളിതമായിട്ട് അവർക്ക് മിസ്യൂസ് ചെയ്യാൻ അവർ പഠിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കപടത സൃഷ്ടിച്ച് അതിന്റെ മുന്നിൽ അവർ നല്ലവന്മാരാകുകയും ചെയ്യുന്നു. തിരശ്ശീലക്കുള്ളിൽ അവരുടെ ശരിയായ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക, ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയാണ്. പല കേസുകളും ഉണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ പോലും വലിയ വലിയ സ്ത്രീകൾക്ക് പോലും മെസ്സേജ് അയച്ച് വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളുണ്ട്. വലിയ വലിയ പെൺകുട്ടികളുടെ ഫോട്ടോ പോലും എടുത്ത് അവർ മോർഫ് ചെയ്ത് പല രീതിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള കാരണം എന്ന് പറഞ്ഞാല് ഒരു പ്രായം എത്തുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ ഇന്റർനെറ്റ് പോലെയുള്ള സംഭവങ്ങളോട് കൂടിയ മൊബൈൽ അവരുടെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിന് പൂർണ്ണ ഉത്തരവാദി ആരാ? നിങ്ങൾ പാരന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു നിശ്ചിതമായിട്ടുള്ള സമയം മാത്രം നിങ്ങൾ മൊബൈൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സമയത്തും അവരെന്ത് സെർച്ച് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ അതിന്റെ വെബിൽ കയറി സെർച്ച് ചെയ്യാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. നിങ്ങൾ വെബിൽ കയറി സെർച്ച് ചെയ്യുക. അതിന്റെ ഹിസ്റ്ററിയിൽ എന്റെ മോൻ ഇത്രയും സമയം 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചു. ഈ 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കുട്ടി എന്തൊക്കെയാണ് സെർച്ച് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ അതിന്റെ വെബിൽ കയറി നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്നിട്ട് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുക, പാരന്റൽ ജിമെയിൽ ആക്കി വെക്കുക, പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു വിടുക. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ആവാം, കുഴപ്പമില്ല. പക്ഷേ മോശപ്പെട്ട പല കാര്യങ്ങളിലേക്ക് പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തടയണം. അതോടൊപ്പം നിങ്ങൾ പഠനവും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റണം. പഠനം കൂടി നിങ്ങൾ പഠിക്കുന്ന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമെന്ന് പറയാം. ഇനി അത് കണ്ടില്ലേ ഒന്ന് ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുക. അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം ദിവസം അവർ ഏലായി വരും. ഇപ്പൊ നിങ്ങളും അത് അവർ പറയുന്ന കാര്യത്തിന് അങ്ങോട്ട് വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അതാണ് ഈ പ്രശ്നം വരുന്നത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്,
ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ തന്നെയാണ്. നിങ്ങൾ കാണിക്കുന്ന ഓവറായിട്ടുള്ള അവരോടുള്ള സ്നേഹം തന്നെയാണ്. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുത്ത് തന്നെ വളർത്തണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം പണ്ട് ഈ അടി കൊണ്ട് വളർന്ന ആരും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ കയറി മാഷിനെ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കുക. നിങ്ങളുടെ മക്കളാണ് ലോകത്ത് ഏറ്റവും വലിയ ആളാണെന്ന് ചിന്തിക്കരുത്. നമ്മുടെ മക്കളെ ഡെവലപ്പ് ആക്കണമെന്നും നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇത്തരത്തിൽ മൊബൈല് ഒരു സമയത്ത് മാത്രം കൊടുത്തതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതി വർദ്ധിക്കും. അതായത് ബുക്ക് വായിച്ച് അല്ലെങ്കിൽ ഒരു മാത്സിൽ ഒരു കാര്യങ്ങൾ എഴുതി ചെയ്യുമ്പോഴും അത് വായിച്ച് ചെയ്യുമ്പോഴും അവരുടെ ബുദ്ധിശക്തിയും ചിന്താശക്തിയും എപ്പോഴും കൂട്ടും. അത് മൊബൈൽ കണ്ടാൽ കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾ പറയാ ഒരു സമയത്ത് മാത്രം മൊബൈൽ ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് മൊബൈലിൽ സെർച്ച് ചെയ്യാതെ നിങ്ങളത് കണക്ക് കൂട്ടി തന്നെ കണ്ടുപിടിക്കുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിശേഷിയും വർദ്ധിക്കും, അവരുടെ കാഴ്ചശക്തിയും കൂടും, അവരുടെ ചിന്താഗതിയും എല്ലാം പോസിറ്റീവ് ആവും. നിങ്ങൾ ഇന്നു മുതൽ ശ്രദ്ധിച്ചോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ഹൈടെക് ആയിട്ടില്ലെന്ന് നിങ്ങൾ പറ, എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾ ഇന്ന് തൊട്ട് പാരന്റ്സ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കോ. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റുന്നൊക്കെ ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക, എന്റെ കുട്ടിക്ക് ഞാൻ മൊബൈൽ കൊടുക്കുമ്പോൾ ആ കുട്ടി മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി ഞാൻ പരിശോധിക്കുന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. അപ്പൊ പാരന്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നമ്മൾ നിരന്തര പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പല കുട്ടികൾക്കും കണ്ണിന് പ്രശ്നം വന്നു, കാലിന് പ്രശ്നം വന്നു, അല്ലെങ്കിൽ തലക്ക് പ്രശ്നം വന്നു. ഇതൊക്കെ കാരണം ഈ മൊബൈലാണ്. പല കുട്ടികളും ഇന്ന് റേഡിയേഷൻ വന്നിട്ട് വരെ ഒരുപാട് കുട്ടികൾ ഹോസ്പിറ്റലുണ്ട് പഠിക്കാൻ കഴിയാത്ത രീതിയിൽ. അതായത് കണ്ണും ഇതൊക്കെ വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾ ഊണും ഉറക്കവും പോലും ഇല്ലാതെ മൊബൈൽ കണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഉത്തരവാദികൾ നിങ്ങൾ പാരന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് പാരന്റ്സ് തന്നെ തീരുമാനം എടുക്കണം. നമ്മുടെ കുട്ടിയെ ഞാൻ നിയന്ത്രിക്കും, അത് മറ്റാരുമല്ല. കാരണം നമ്മുടെ കുട്ടി നമ്മുടേതാണ്, ഞാനാണ് അവരെ നിയന്ത്രിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓരോ പാരന്റ്സും തീരുമാനിക്കണം. നിങ്ങളിപ്പോ ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് കുറെ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ചീത്ത വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ആരുടെയും ഒരു ഡിപ്പെൻഡ് ചെയ്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പാരന്റ്സ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ റിലേറ്റീവിലേക്കും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.